വീട്ടുകാരെ, ഹൗസ് ഓണറെ. പിന്നെ മിസ്സായി. ആരാ വെള്ളടിച്ച് പഠിപ്പിക്കുന്നത്? ആരില്ലേ? വെള്ളടിക്ക് പുല്ലാടാ. ഇവന്മാരെങ്ങനെ പുറത്തു പോകുന്നു? പോലീസുകാരുടെ അടുത്ത കളി. ഒരു സ്മോൾ ഇങ്ങനെ സോറി ഇന്ന് കൊല്ലൂടാ. ഇവന്മാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായി. ഹലോ 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 ഹലോ, ആരാ മൈക്ക് ടെസ്റ്റ് ചെയ്ത് കളിക്കണേ? ഇപ്പൊ ഹലോ എന്ന് പറഞ്ഞ ഞാനാടാ. അത് കഴിഞ്ഞിട്ട് ഹലോ എന്ന് പറഞ്ഞ ഞാനാടാ. ഹലോ, ഇവിടെ അടി നടക്കേട്. അതിലും വലിയ അടിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? പിണ്ണാക്കനുണ്ട് വിലന്നോ? കിലോ 4 രൂപ. പിണ്ണാക്കലടാ, പരുത്തിക്കോട്ട. പരുത്തിക്കൊട്ട കാണണമെങ്കിൽ ഇങ്ങനെ വേടാ, കാണിച്ചിടാ. അകത്തേറി കുനിച്ചിരുത്തി കൂമ്പിനടി. ഇരുട്ടാണല്ലോ, കുഴപ്പമില്ല. ലൈറ്റ് ഇട്ടിട്ട് ഇരുട്ടടി അടിക്കാം. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ജീവനില്ലാത്തത് ഭാഗ്യാട്ടാ. അച്ഛാ, അച്ഛാ. എന്റെ മൂക്കിന്റെ പാലമായി ഉമ്മാരിടിച്ചു പൊളിച്ചത്. പാമ്പൻ പാലം തകർന്നിട്ട് ശരിയാക്കുന്നു സാർ. അത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മൂക്കിന്റെ പാലം. എന്റെ ഫ്രിഡ്ജ് പോയി, മിക്സി പോയി, അതൊക്കെ പോട്ടെ. എനിക്ക് ഗിഫ്റ്റായി കിട്ടിയ ഒരു കുപ്പി സ്കോച്ച് എടുത്ത് അടിച്ച് വെളിവില്ലാതെ ഉമ്മാർ എന്നെ തന്നെ തല്ലി.
വെളിവുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും നിർത്തടാ. സാർ. ഒരു കോഴിമുട്ടയ്ക്ക് എന്താ വില? കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല, നോൺ വെജിറ്റേറിയൻ. മിണ്ടരുത്. 1.25 രൂപ വരും. എത്ര? 1.25. അത് മിനിഞ്ഞാന്ന്. ഇന്നലെ 1.37. അതുപോലത്തെ 152 മുട്ടയാണ് ഇവന്മാർ എറിഞ്ഞു കളിച്ചത്. അങ്ങനെ കണക്ക് പറയരുത് സാറേ. ഒരു ഭൂമിയൊലുക്കം വന്ന് എല്ലാം പോയില്ലേ സാറേ? ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ? വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ? സാറിനെ ഞങ്ങള് ബാക്കി വെച്ചില്ലേ? അതെല്ലാം പോട്ടെ. ഞാൻ രാവിലെയും വൈകിട്ടും ദൈവത്തെ പോലെ തിരികെത്തിക്കുന്ന എന്റെ അച്ഛന്റെ ഫോട്ടോ ഇവന്മാർ അടിച്ച് തകർത്തു. അതിനെന്താ പരിഹാരം? ഇവന്റെ വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ ഇരിക്കാണ്. അത് സാറ് കൊണ്ടുപോയി വേണമെങ്കിൽ ഫുൾ ടൈം വിളക്ക് വെച്ചല്ലേ? ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഈ ഫയലൊന്ന് നോക്കേ. ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. സാറേ, കഴിഞ്ഞ 2 വർഷമായിട്ട് എന്റെ കടയുടെ മുമ്പിൽ ഒരു വണ്ടി ഇടാറ്. പുതിയ പരാതി എഴുതിക്കോ. അതല്ല സാർ, ഒന്നും പറയണ്ട. എനിക്ക് ആരായാലും അടിച്ചാ മതി. എഴുതിക്കോ, ഒപ്പിട്ടോ. അതല്ല ഒപ്പ് സാർ. മാത്രം ഇട്ടാ മതി. കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടികളാണെന്ന് പറയുമായിരുന്നു. ശ്ശോ. ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം. വേറെ ആരും സഹായത്തിനില്ലാത്ത കുട്ടികളാ. സാറും കൂടി കൈമലർത്തിയാല്. കൃഷ്ണപിള്ള പറഞ്ഞുകൊണ്ട് വിടാം. 3 വർഷം ജയിലഴിയെണ്ണാനുള്ള വകുപ്പുണ്ടായിരുന്നു എന്റെ കയ്യിൽ. ഏതായാലും വണ്ടി ഞാൻ വിടില്ല. ബുക്കും പേപ്പറും ഒക്കെ ശരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും. വയ്ക്കോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, വളരെ നന്ദിയുണ്ട് സാർ. ശരി. വാ പോവാം. ഡ്രസ് ചോദിക്കണ്ടേ? എന്താടാ ഇന്ന് പരിങ്ങണേ? അത് പിന്നെ ന്യൂഡാ. കൂടാ ഊടല്ല, ഷർട്ടും മുണ്ടും. ഷർട്ടുമുണ്ട്. അല്ല, ഇത് എടുത്തോണ്ട് ഞങ്ങള് വെളിയിൽ പോയാല് നാട്ടുകാർ ഞങ്ങളെ ഫോറിനേഴ്സ് എന്ന് വിളിക്കാത്ത. ഒരു ഫോറിനേഴ്സ്. എടാ നീയൊക്കെ അമേരിക്ക പോയപ്പോൾ ഫോറിനേഴ്സ് എന്ന് വിളിക്കടാ. ആ ഷർട്ടുമുണ്ട് എടുത്തോർത്തെ.